പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. അധികാരത്തിൽ തുടരാൻ നരേന്ദ്രമോദി ഇസ്രായേൽ ഗ്രൂപ്പിന്റെ സഹായം തേടിയെന്നും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ 30-ലധികം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഇസ്രായേൽ ഗ്രൂപ്പ് ഇടപെട്ടതായി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. മോദി വിദേശ നേതാക്കളെയും ഏജൻസികളെയും കൂട്ടുപിടിച്ച് രാജ്യത്തിനെതിരായി ഗൂഢാലോചന നടത്തി. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് നേതാക്കളായ പവൻ ഖേരയും സുപ്രിയ ശ്രീനേതും ആവശ്യപ്പെട്ടു. ഇതാദ്യമായല്ല മോദി സർക്കാരിനെതിരെ ഡേറ്റ ചോർച്ച ആരോപണം ഉയരുന്നതെന്ന് പറഞ്ഞ സുപ്രിയ, ഡേറ്റ മോഷണവും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കലും സർക്കാരിന്റെ പ്രധാന വിനോദമാണെന്നും കുറ്റപ്പെടുത്തി. लोगों के इलेक्टोरल चॉइसेस पर प्रहार करने वाले नरेंद्र मोदी जी की सरकार है और ये सरकार इतने सुनियोजित तरीके से ये कर रही है और इसमें मदद ऐसी कंपनीज की ले रही है जो फॉरेन कंपनीज है, जिनको हमारे चुनाव में, हमारी डेमोक्रेसी में, हमारे लोकतंत्र में इंटरफेयर करने का कोई भी मतलब नहीं है. പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ ഫോളോവേഴ്സിൽ 60%-ലേറെയും വ്യാജമാണെന്നും ബിജെപിക്ക് വേണ്ടി ട്വിറ്ററിൽ വ്യാജ പ്രചരണം നടത്തുവാൻ 18,000-ഓളം വ്യാജ അക്കൗണ്ടുകളുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.